ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നല്ല ഫ്രൈഡ് റൈസും അതിലേക്ക് കോംബോ ആയിട്ട് ചിക്കൻ കടായിയുടെ റെസിപ്പിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ചിക്കൻ റെഡിയാക്കാം. അതിന് ഒരു മുട്ട പൊട്ടിച്ചത്, അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത്, ഒരു സ്പൂൺ സോയാ സോസ്, ഒരു സ്പൂൺ വിനാഗിരി, കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ഇവയെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനത് ഉപ്പൊക്കെ ഇട്ട് വെച്ചു. ഇനി അതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർത്തിട്ട് അതിലോട്ട് ഒരു സ്പൂൺ കോൺഫ്ലവറും ഒരു സ്പൂൺ മൈദയും ഇട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലോട്ടുള്ള ഗ്രേവി റെഡിയാക്കാം. ഒരു കടായി എടുത്ത് അതിലോട്ട് സവാളയും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം. മസാലപ്പൊടികളുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോയതിനു ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കുറച്ച് മല്ലിയിലയും ഇട്ടാൽ നമ്മുടെ ചിക്കനിലേക്കുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഫ്രൈ ചെയ്ത് തുടങ്ങാം. അങ്ങനെ ഫ്രൈ ചെയ്ത് ചിക്കൻ നമുക്ക് ആ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അതിലിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് ഒരു സ്പൂൺ കോൺഫ്ലവറിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അത് പാരാം. എന്നിട്ട് മേലെ കുറച്ച് ബട്ടറും ചേർത്ത് കൊടുത്താൽ നമ്മൾ അടിപൊളി ചിക്കൻ കടായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റൈസിലുള്ള പരിപാടി നോക്കാം. അതിന് വേണ്ടി ചിക്കൻ കുറച്ച് ചെസ്റ്റ് പീസ് എടുത്ത് അതിലോട്ട് സോയാ സോസും കുറച്ച് വിനാഗിരും കുറച്ച് പെപ്പറും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഗാർലിക് ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം കുറച്ച് സവാള ഇട്ട് വഴറ്റുക. പിന്നെ ഇത് ബീൻസും ക്യാരറ്റുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കൂടുതലായി എല്ലാ വെജിറ്റബിൾസും ഇതിലോട്ട് ആഡ് ചെയ്യാം. അതൊന്ന് സോക്ക് ചെയ്ത ശേഷം ചെറിയൊരു പീസ് ബട്ടറും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് കുറച്ച് സോയാ സോസും ചേർത്ത് നമ്മളൊരു മുട്ട ചിക്കി പൊരിച്ചതാണ്, അതും കൂടെ ചേർക്കാം. നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കനും അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഫ്രൈ ചെയ്ത ശേഷം. എന്നിട്ടെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ബസുമതി റൈസ് വേവിച്ച് വെച്ചത് ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് അടിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.